എൻഗേജ്മെന്റ് ഒക്കെ ആഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട് റിസൾട്ട്? നല്ല റിസൾട്ട് ഉണ്ട്. അതായത് എത്ര 18 to 33 മറ്റേ ഇത് കാണിച്ചായിരുന്നു. എത്ര പേര് അല്ലല്ല ഏകദേശം ഇത്ര പേര് കാണുന്നുള്ളത് കാണിച്ചായിരുന്നു. അങ്ങനെ അതിൽ നോക്കിയിട്ട് എനിക്കൊരു അത് പ്രകാരം വെച്ചിട്ട് അത്ര ഒന്നും ആൾക്കാർ കണ്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു 5600 ചില പേര്. നിങ്ങൾ 5600 ആൾക്കാർ കാണാൻ വേണ്ടിട്ട് എത്രയാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്തത്? ജസ്റ്റ് എല്ലാവർക്കും ഞാൻ 500 രൂപ. ഞാനേ ആദ്യം തന്നെ മെറ്റ ആഡ്സിന്റെ സാധ്യത നിങ്ങളെ കേട്ടിട്ടുണ്ടാവും. ഇൻട്രൊഡക്ഷൻ ക്ലാസ് നമ്മളെ കോഴ്സിനെ ഞാനാണ് എടുത്തത്. അപ്പൊ അതിന്റെ ജസ്റ്റ് ഒരു കാര്യം ഞാൻ പറയാം. നമ്മള് സാധാ കാണുന്ന കുറെ ഐറ്റംസ് ഉണ്ട് മാർക്കറ്റിങ്ങിന് യൂസ് ചെയ്യുന്നത്. അതിന് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മൾ എന്ത് നോട്ടീസ് അടിച്ചിട്ട് കൊടുക്കാന്നുള്ളത് അല്ലേ? മുമ്പ് കാലത്ത് നോട്ടീസ് ഉണ്ടായിരുന്നു, മെറ്റ ആഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു മുമ്പ്. ആരും ചെയ്യലുണ്ടായില്ല, എല്ലാരും നോട്ടീസ് കൊടുത്തോണ്ടായി. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, 1000 നോട്ടീസ് അടിക്കാൻ എത്ര പൈസ ആവും? നോട്ടീസ് അടിക്കാൻ വേണ്ടിട്ട് നല്ല നോട്ടീസിനൊക്കെ ആണെങ്കിൽ ഒരു 5 റുപ്യ 6 റുപ്യോളം വരും. വരൂലേ? 500 രൂപ എന്തായാലും വരും. ഓക്കെ, അപ്പൊ 5000 നോട്ടീസ് അടിക്കാനോ 2500 രൂപ നമുക്ക് വേണം. ആ 2500 രൂപ ഉണ്ടെങ്കിൽ, പക്ഷെ നമ്മൾ ഈ 500 രൂപ കൊടുത്തിട്ട് 1000 നോട്ടീസ് അടിച്ചു നോക്കാം അല്ല, 2500 കൊടുത്ത് 5000 നോട്ടീസ്. അതാ പേപ്പറിന് 1.5 കൊടുക്കണം. അപ്പൊ എങ്ങനെയാണ് 500 രൂപ കിട്ടുക? കാരണം നോട്ടീസ് കൂടെ അടിക്കണ്ടേ. അപ്പൊ 1000 നോട്ടീസ് അടിക്കണമെങ്കിൽ അതിന്ന് കിട്ടുന്ന കേസ് ഒരു കേസൊക്കെ കിട്ടിയാ കിട്ടി. അതില്ല, അതിന്റെ ഞാൻ പറഞ്ഞത്. അതായത് നമ്മളൊരു നാട്ടിൽ കൊടുക്കാണ്, അതായത് ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ കൊടുക്കാണ്. ഇപ്പം നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താ, എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാന് ഫിസിയോതെറാപ്പിന്റെ വേണ്ടിട്ട് നിങ്ങൾ നാട്ടില് നോട്ടീസ് കൊടുക്കുകയാണെന്ന് വെക്കാം. അതില് നിങ്ങൾ കയറുന്ന ഏകദേശം വീടുകളൊക്കെ എന്തായിരിക്കും? ഫിസിയോതെറാപ്പി ആവശ്യമില്ലാത്ത ആൾക്കാരാ അല്ലേ? അതായത് നമ്മൾ അടിച്ച് ഓരോ നോട്ടീസ് കൊടുക്കുന്നത് വേസ്റ്റ് ആണ്, വെറുതെ. മനസ്സിലായോ? പക്ഷെ ഈ നോട്ടീസ് നമ്മൾ വെറും 1000 ആൾക്കാർക്കാണ് 500 രൂപ ചെലവാക്കേണ്ടി വന്നു. 500 രൂപ ചെലവാക്കേണ്ടി വന്നില്ലേ? ഇത് നേരെ തിരിച്ചു നോക്കിയാൽ മെറ്റ ആഡ്സിന് നിങ്ങൾ 500 രൂപ കൊടുത്ത 5000 ആൾക്കാരിലേക്ക് എത്തി. അത് നിങ്ങൾക്ക് ടാർഗറ്റ് ആണ്. അതിൽ പറഞ്ഞു അല്ല 50ഓളം എൻക്വയറി വന്നില്ലേ? അതെ, 50ഓളം ഇൻക്രീസ് വരണമെങ്കിൽ അത്രേ. അതിന് വെറും 500 രൂപക്കാണ് നിങ്ങൾക്ക് 50 ആൾക്കാരുടെ ലീഡ് വന്നത്, കൺവേർട്ട് ആയി. 15 കേസ് റഫറലായി. ഓ വാവ്, അങ്ങനെ അടിപൊളിയാണല്ല. അതാ പറഞ്ഞ ഇതിന്റെ സാധ്യത മനസ്സിലായോ? അതായത് ഇപ്പം ചേർന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇതിന്റെ സാധ്യത മനസ്സിലായിണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് വെറും 500 രൂപക്ക് ഞാൻ ഓൾ കേരള ചെയ്തത്. അതാ പറഞ്ഞത്. മനസ്സിലായി. ഹലോ, എല്ലാരും ഒന്ന് മൈക്ക് ഓഫ് ആക്കേ. ജസ്റ്റ് ഒന്ന് ആന്റണി ബാക്കിയുള്ളവരൊന്ന് ഓഫ് ആക്കണേ. ഞാൻ ചോദിക്കുമ്പോൾ ഓൺ ആക്കിയാൽ വേണ്ടിട്ടാ. അപ്പം ഫസ്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് മെറ്റ ആഡ്സിന്റെ സാധ്യത. മെറ്റ ആഡ്സിന്റെ സാധ്യത എന്നാൽ നോട്ടീസ് പോലുള്ള സാധനങ്ങളൊന്നും അടിക്കാതെ നമുക്ക് വേണ്ട ഓഡിയൻസിനെ ക്യാമ്പയിനിലൂടെയും അവയർനെസ്സിലൂടെയും നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് വേണ്ട പ്രൊഡക്റ്റിനെ നമ്മൾ ആവശ്യക്കാരിലേക്ക് മാത്രം എത്തിക്കും. ഇപ്പം മൈലാഞ്ചി ആണുങ്ങൾ ഇടുമോ? ആണുങ്ങൾ മൈലാഞ്ചി ഇടുമല്ലോ. അപ്പൊ മൈലാഞ്ചിന്റെ കോഴ്സ് ഇപ്പൊ ആർക്കും പഠിപ്പിച്ചു കൊടുക്കണ്ടേ? പെണ്ണുങ്ങൾക്കാണ്. അപ്പം ഒരാൾ മെഹന്തിയിൽ നോട്ടീസ് ഇട്ട് കൊടുത്തിട്ട് കാര്യമുണ്ടോ? നോട്ടീസ് അടിച്ച് എത്രയോ ആണുങ്ങളെ കയ്യിലും പോകില്ലേ? അപ്പൊ ഇത് ചെയ്യേണ്ടതാണ്, ലേഡീസിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് മെഹന്തിയുടെ കോഴ്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓൾ കേരള ഫസ്റ്റ് കൊടുക്കാം. ഇനിയിപ്പം നമുക്ക് നോട്ടീസ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടെ മാത്രമേ പരക്കെ ഇങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. പുറം രാജ്യങ്ങളിലൊക്കെ നമുക്ക് എത്തിക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. പക്ഷെ നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് പുറത്ത് രാജ്യത്തേക്ക് സെയിൽ ചെയ്യാൻ എന്ത് യൂസ് ചെയ്യാൻ പറ്റും? മെറ്റ ആഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പം അത്രയും സാധ്യതകളുള്ള ഒരു ഫീൽഡാണ്. അതായത് ലോകത്ത് 140 ഇന്ത്യയിൽ മാത്രം 140 കോടി ജനങ്ങളുണ്ട്. ആ ഇന്ത്യനെ മാത്രം നമുക്ക് മെറ്റ ആഡ്സ് ചെയ്ത് തീർക്കാൻ തന്നെ വേണം നമുക്ക് 2-3 വർഷം. അതിനുള്ളിൽ 1,00,000 ആളുകൾക്ക് അയച്ചിട്ട് അതിൽ വെറും 1% ആൾക്കാർ നമ്മളെ പ്രൊഡക്റ്റ് എടുത്താൽ പോരെ? അതായത് 1000 ആൾക്കാർ എടുത്താൽ തന്നെ നമ്മൾ ഒരു വാല്യൂ ഉള്ള ആളായില്ലേ? അങ്ങനെ 10 ലക്ഷം ആൾക്കാരിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്താൽ നമ്മൾ എത്ര ആളെടുത്ത്? 10,000 ആളെടുത്ത്. 1 കോടി ആൾക്കാരിലേക്ക് എത്തിക്കേണ്ട പ്രൊഡക്റ്റ് നമ്മൾ ചെയ്തു വെച്ചാൽ 1,00,000 ആൾക്കാരെടുത്ത നെറ്റ്വർക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്ത്. ഒരു ബിസിനസ്സിൽ ആദ്യം വേണ്ട സാധനം എന്നുള്ളത്, ഞാൻ എൻ്റെ ബിസിനസ് മേഖല വെച്ച് പറയാണ്. ഫസ്റ്റ് വേണ്ടത് നമുക്ക് സെയിൽസ്. ഒന്നും തോന്നരുത്, എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് കുറച്ച്.
മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കില്ലാണ്. മാർക്കറ്റിംഗ് സ്കിൽ ഇതിൽ ആർക്കൊക്കെ മാർക്കറ്റ് ചെയ്തിട്ടുണ്ടോ? പക്ക മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു സാധനം കിട്ടിയ എന്തായാലും അത് ഞാൻ സെയിൽ ചെയ്തിരിക്കും എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഇതിലുണ്ടോ? അത്രയും കോൺഫിഡൻസ് ഉള്ള സഫ്വാന് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. ഓക്കെ. ലോകത്തെ ഏറ്റവും കൂടുതൽ സാധ്യത നമുക്ക് ഉള്ള ഒരു ഫീൽഡാണ് മാർക്കറ്റിംഗ് എന്നുള്ളത്. ഞാനിപ്പോ എന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്റെ ഏജ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് 18 വയസ്സേ ഉള്ളൂ. ഞാൻ +2 കഴിഞ്ഞതാണ്. പക്ഷെ ഞാൻ തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിഗ്രീൻ്റെതാണ്. മനസ്സിലായി? അതായത് ഞാൻ പഠിക്കാത്തൊരു ഫീൽഡിലേക്കാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷെ ഞാൻ എല്ലാ ബിസിനസ് എന്താ ഉണ്ടാവുക, തുടങ്ങിയതിന് ശേഷമാണ് സക്സസ് ആക്കുക, അല്ലേ? നമ്മളൊരു സാധനം തുടങ്ങി വെച്ചാലേ സക്സസ് ആക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്റെ നേരെ തിരിച്ചാണ്. ഞാൻ സക്സസ് ആക്കിയതിനു ശേഷമാണ് തുടങ്ങുന്നത്. അതായത് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്റെ കയ്യിൽ പൈസ ഇല്ല, 0 ബാലൻസ് ആണ്. ഫാമിലിയുടെ കയ്യിൽ പൈസ കിട്ടൂല. എന്റെ കയ്യിലുള്ള വെറും 4 GB റാമുള്ള ചെറിയൊരു ഫോണ്. അതിലെപ്പോഴും 60 GB സ്പേസ് ഫുൾ ആയിരിക്കും. ഞാൻ ഹോസ്റ്റലിലാണ് പഠിക്കുന്നത്. ഹോസ്റ്റലിൽ എനിക്ക് ആകെ 3 മണിക്കൂറേ ഫോൺ കിട്ടുള്ളൂ. എന്റെ മുമ്പിലുള്ള വെറും 15 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. എനിക്ക് പ്ലാനിങ്, എന്റെ ഐഡിയാസ് മൈൻഡിൽ വന്നതിന് ശേഷം, കാരണം എല്ലാ ആൾക്കാരും മാർക്കറ്റിംഗ് തുടങ്ങി, എക്സാം ആവാൻ വെറും കുറച്ച് ദിവസമേ ഉള്ളൂ. ഈ 15 ദിവസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂല. ഈ ഒരു പീരീഡിനുള്ളിൽ എനിക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഇത്രയും ചെറിയ ടൈം എടുത്തിട്ട് ഞാൻ ചെയ്തു. പക്ഷെ അതിൽ എന്നെ ഒരാൾ വന്ന് പറഞ്ഞതായിരുന്നു. പക്ഷെ അതിനുള്ളിൽ അൽഹംദുലില്ലാഹ് എനിക്ക് 150 സ്റ്റുഡൻസിന് ചെറിയൊരു പീരീഡ് കൊണ്ട് കിട്ടി. ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 2 മാസം കൊണ്ട് 8 ലാഖിന്റെ അടുത്ത് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ബിസിനസ് എന്താന്ന് പഠിച്ചു. അതിലൂടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പഠിച്ചു. ഇബ്രാഹിംക്കാട് ചോദിച്ചാൽ മനസ്സിലാവും. അതിനുശേഷം ഇബ്രാഹിംക്കാക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്ത് ഇബ്രാഹിംഖാന് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പം അതിൽ നമുക്ക് ചെറിയൊരു പീരീഡ് കൊണ്ട് തന്നെ 600-ലേറെ സ്റ്റുഡൻസ് ഉണ്ട്. പുറമെ ഇപ്പം തിരൂരിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതുപോലെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ചെയ്തു കൊടുക്കുന്നതാണ് മെയിൻ പരിപാടി. മനസ്സിലായോ? അപ്പം ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ മുമ്പിലുള്ള സാധ്യത എന്ന് പറഞ്ഞാല് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് നമുക്ക് ടാർഗറ്റ് ഓഡിയൻസിന് കിട്ടണം. വെറുതെ എത്രയോ ആളുകൾക്ക് നമ്മൾ എന്തോ ചെയ്തു കൊടുത്തിട്ട് കാര്യമില്ല. നമുക്ക് ടാർഗറ്റ് ഓഡിയൻസിന് കിട്ടാന്നുള്ള നമ്മളെ മെയിൻ പോയിന്റ് ആണ്. മനസ്സിലായോ? അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മുടെ മെറ്റ ആഡ്സ് യൂസ് ചെയ്യുന്നത്. പക്ഷെ മെറ്റ ആഡ്സിൽ നമുക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തെല്ലോ പോസ്റ്റർ അടിച്ചിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ ഉദാഹരണത്തിന് എനിക്ക് കിട്ടേണ്ട 35 വയസ്സ് മുതൽ 50 വയസ്സുള്ള ആൾക്കാർക്കാണ് എന്റെ സാധനം സെയിൽ ചെയ്യേണ്ടത്. അവർക്ക് ഞാൻ ഇംഗ്ലീഷിൽ മാത്രം കണ്ടന്റ് എഴുതിയിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അവർക്ക് മനസ്സിലാവില്ല ചിലപ്പം. മനസ്സിലായോ? അപ്പൊ ഞാൻ എന്ത് ആഡ് ചെയ്യണം? മലയാളത്തിൽ അവർക്ക് അട്രാക്ഷൻ ഉള്ള പോലെ പ്ലെയിൻ സാധനം മാത്രം ഞാൻ ആഡ് ചെയ്യാം. മനസ്സിലായോ? ഇപ്പം നിങ്ങൾ നമ്മളെ ഇതിന്റെ കണ്ടിട്ടുണ്ടാവും. ഏത് ആഡ്സിന്റെ ഇത് ജസ്റ്റ് ഒന്നുമില്ല, ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം സ്വന്തമായി പരസ്യം ചെയ്യാൻ പഠിക്കുക. മനസ്സിലായോ? അത്ര മാത്രമല്ലേ ഉള്ളൂ. ആ ഒരു സ്ഥാനത്ത് ഒരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യൂല? ആ വീഡിയോ കാണാൻ സമയം കളയൂല. പക്ഷെ നിങ്ങൾ അത് ചെറുത് കണ്ടപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താ? ചെറിയ റേറ്റേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് മെസ്സേജ് അയച്ചു. ഇനി നമ്മൾ അതിൽ യൂസ് ചെയ്ത അടുത്തൊരു സംഭവമാണ്, നമ്മൾ എന്ത് സാധനത്തിനും നമ്മൾ എന്ത് ചെയ്യുക? അതായത് ഞാൻ ഫസ്റ്റ് മാർക്കറ്റിംഗിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരികയാണ്. നമ്മൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോമ്പറ്റീറ്റീവ് ആയിരിക്കും. കേരളം മൊത്തം ചിലപ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. പക്ഷെ ആ ആൾക്കാരിൽ നിന്ന് നമുക്ക് വിജയിക്കണമെങ്കിൽ നമുക്ക് ഉണ്ടാവേണ്ട സാധനം ഫസ്റ്റ് നമ്മളെ ടാർഗറ്റ് ഓഡിയൻസിനെ കണ്ടെത്തുക. അതിനാണ് നമ്മൾ മെറ്റാഡ്സിന്റെ ക്യാമ്പയിൻ യൂസ് ചെയ്യുന്നത്. അതിൽ നിന്ന് ലീഡ്സിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ടൈം പീരീഡ് ഉണ്ട്. ആ ഒരു പീരീഡിൽ നമ്മൾ എന്റെ പേര് നബീൽ. ഒറ്റ മിനിറ്റ്. അപ്പം ഞാൻ പറഞ്ഞത്, അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഒരു സാധനം പ്രൊഡക്റ്റിനെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തിച്ചു. അതിൽ നമ്മൾ കൺവേർഷൻ വരികയാണ്. ആ സമയത്ത് എല്ലാവരും ചെയ്യുന്ന ഫോൾട്ട് ആണ് എന്ത്? അവരെന്ത് ചെയ്യൂല? എടുത്ത് മെസ്സേജ് അയക്കൂല. ഓൺ ദ സ്പോട്ടിൽ നമ്മൾ മെസ്സേജ് അയക്കുക. കാരണം എന്താണെന്നറിയോ? ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ നിങ്ങളെ ഹൈപ്പ് കയറ്റിയിട്ട് സാധനം പറഞ്ഞാല് ആ ഒരു ദിവസം നിങ്ങൾ അതിനോട് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വന്ന് പറയണം, ഇതാ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, നമ്മൾ ഇങ്ങനെയൊക്കെ സാധനങ്ങൾ തരുന്നുണ്ട്, ഇപ്പൊ തന്നെ എടുത്തോളി, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഉപകാരം ഉണ്ടാവും. മനസ്സിലായോ? അങ്ങനെ നിങ്ങളെ പറഞ്ഞ് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നു, നിങ്ങളെ സംഭവം സെറ്റാക്കി. കഴിഞ്ഞിട്ടില്ല. അടുത്ത ലെവൽ എന്താ? നിങ്ങൾക്ക് തരുന്ന കോഴ്സ് ക്വാളിറ്റി ഉറപ്പാക്കി തരാം. കാരണം നിങ്ങളോട് ഞാൻ പറയുന്നത് ഹൈ ലെവലിലെ കോഴ്സാണ്, അടിപൊളിയായിട്ടുള്ള കോഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് എക്സ്പെക്ട് ചെയ്ത് വരികയാണ്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് വരുന്ന നോക്കുമ്പോൾ നമ്മളെ ക്ലാസ് ഒന്നും ഓക്കെ അല്ല എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ എന്താ വിചാരിക്കുക? ഇവര് പറഞ്ഞ പറ്റിച്ചെന്നല്ലേ പറയാ? അങ്ങനെയല്ലേ പറയാ?
ആ സാധനം നമ്മളെ ബിസിനസ്സിൽ നമ്മൾ ചെയ്യരുത്. നമ്മളൊരു സാധനം കൊണ്ടുവന്ന് സെയിൽസിന് ഇമ്പോർട്ടന്റ് ആണ്, അതായത് ക്യാമ്പയിൻ ചെയ്ത് നിങ്ങളെ ഒരു ബിസിനസ് ഓണേഴ്സ് ആണെങ്കിൽ നിങ്ങളെ വിജയിപ്പിക്കാനുള്ള ട്രെയിനിങ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് വേണ്ടത് നമ്മൾ ടാർഗറ്റ് ഓഡിയൻസിനെ കണ്ടെത്തി, രണ്ടാമത്തെ സെഷൻ എന്നുള്ളത് നമ്മൾ ആ സെയിൽസിന് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഓഡിയൻസ് നമ്മളിലേക്ക് വരുമ്പം അവരോടുള്ള ഫോളോ അപ്പ് ആണ്. പിന്നെ നമ്മുടെ മാർക്കറ്റിംഗ് സ്കില്ലാണ് അവിടെ ഇമ്പോർട്ടന്റ്. ഉദാഹരണത്തിന് ഒരാൾ വന്നിട്ട് പറയാണ്, എനിക്കിപ്പം എന്നോട് മെസ്സേജ് മെറ്റ ആഡ്സിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ഞാൻ അവർക്ക് തിരിച്ചയക്കാണ്. ഓക്കെ, കാര്യമുണ്ടോ? കാര്യമില്ല. അവരും എന്താ ചിന്തിക്കുക, ഓക്കെ എന്ന് മാത്രം. പക്ക ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ചോദിക്കും എന്താ ചെയ്യേണ്ടത്. അതല്ലാത്തവർ അങ്ങനെ വിട്ടു പോയിക്കോളും. കുറച്ച് അതിന്റെ മെസ്സേജ് അയക്കാന്ന് ആളും വിചാരിക്കും, നമ്മൾ കുറച്ച് അതിന്റെ മെസ്സേജ് അയക്കാന്ന് വിചാരിക്കും, സംഭവം ഇല്ലാണ്ടാവും. മനസ്സിലായോ? ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഓൺ ദ സ്പോട്ട് നമ്മളെ ഡീറ്റെയിൽസ് നമ്മൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരിക്കലും ഓക്കെ എന്ന് മാത്രം അയക്കരുത്. നമ്മുടെ കോഴ്സ് ഇങ്ങനെയാണ് വരുന്നത്, ഇതൊക്കെയാണ് ഫീസിന്റെ കാര്യങ്ങൾ, നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഇത്ര സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള കോഴ്സ് ആണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ വലിയൊരു യൂസ്ഫുൾ ഉള്ള കാര്യമായിരിക്കും എന്ന് നമ്മൾ അവരെ പറയുന്നു. സ്പോട്ടിൽ അവർ കേൾക്കുമ്പോൾ ഇൻട്രസ്റ്റ് ആവുന്നു, അവരോട് പറയും ഇപ്പൊ തന്നെ എടുത്ത് നമ്മൾ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആക്സസ് തരുമെന്ന് പറഞ്ഞാൽ അവരപ്പൊ തന്നെ പേയ്മെന്റ് ചെയ്തിട്ട് അവരെ ക്ലോസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അവിടെയാണ് നമ്മൾ ഫസ്റ്റ് മാർക്കറ്റിംഗ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ അവർ ക്ലോസ് ആയി കഴിഞ്ഞാൽ അടുത്ത സെഷൻ ആണ് നമ്മൾ വാങ്ങിയ സാധനം. അതായത് ഒരു ബിസിനസ് ഓണർ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ഒരു ബിസിനസിന്റെ സ്ട്രക്ചർ ഞാൻ പറയാം. ഒരു ബിസിനസിന്റെ മെയിൻ ആൾ ആരാന്നറിയോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന ആൾക്കാരെ ഞാൻ പറയാം. ബിസിനസ് ഓണർ, ബിസിനസിന്റെ മാനേജ്മെന്റ് ടീം, ബിസിനസിന്റെ ആ ആള് കൊടുക്കുന്ന പ്രൊഡക്റ്റിന്റെ എംപ്ലോയീസ്, പിന്നെ അത് വാങ്ങുന്ന ആൾക്കാർ. 4 വിഭാഗം ആൾക്കാരെ ഉണ്ടാവുക പൊതുവെ. ഈ 4 ഏറ്റവും ഇമ്പോർട്ടന്റ് ആൾ ആരാണ്? അതായത് ഇതിൽ ഏറ്റവും പവർ ഉള്ള ആളാരാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഹലോ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സെയിൽസ് പേഴ്സൺ. സെയിൽസ് പേഴ്സൺ. അത് ഓക്കെ, നമ്മള് അവരാണ് നമുക്ക് സെയിൽ ചെയ്ത് തരേണ്ടത്. ഓക്കെ, അതല്ല ഞാൻ ചോദിക്കണത്. ഇതിൽ ഈ കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാനും ആ സാധനങ്ങളൊക്കെ ഹൈപ്പ് കൊടുക്കാനും പറ്റുന്ന ആള്, അതായത് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരാൾ നമുക്ക് പറയാം. ഇപ്പൊ നമ്മൾ എന്തോ പറയും, പൊതുവെ പറയുന്ന ഒരു ബിസിനസ് ഓണർ എന്ന് പറഞ്ഞാല് ആ ആൾക്കാണ് എല്ലാത്തിന്റെ മേലും അധികാരം എന്ന് പറയും. സത്യത്തിൽ ഒരു ബിസിനസ് ആൾക്കാണോ എല്ലാത്തിന്റെ മേലും അധികാരം? അല്ല, കസ്റ്റമറിനാണ് അധികാരം എഴുതി വെച്ച്. അതാണ് കറക്റ്റ് ആൻസർ. കാരണം എന്താണെന്നറിയോ? ഞാനിപ്പോ ഒരു ബിസിനസ് നടത്തുന്നു. എന്റെ ഒരു പ്രൊഡക്റ്റ് ഒരു സ്റ്റുഡന്റ് പൈസ കൊടുത്ത് വാങ്ങിയാൽ ആ സ്റ്റുഡന്റിന് പറയുന്ന സാധനം ചെയ്തു കൊടുക്കൽ ആരുടെ ബാധ്യതയാണ്? എന്റെ ബാധ്യതയല്ലേ? അപ്പം ആ സ്റ്റുഡന്റ് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് പ്രശ്നം? എനിക്കാണ് പ്രശ്നം. അപ്പൊ ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്? എന്റെ സ്റ്റുഡന്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ശരിക്കും ഞാൻ ആരാണ് ഓണർ? ഞാൻ ഓണറാണ്. പക്ഷെ എന്റെ കസ്റ്റമറിന്റെ അടുത്ത് ഞാൻ ആരാണ്? വർക്ക് ചെയ്യേണ്ട ആളാണ്. മനസ്സിലായോ? ഇനി എന്റെ എംപ്ലോയീസിനെ എടുത്ത് നോക്കുക. അവരെ സ്ഥാനം വെച്ച് നോക്കുമ്പോൾ ഞാൻ ആരാണ്? ഞാൻ ഫൗണ്ടർ ആണ്. കാരണം അവരാർക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്? എനിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? എല്ലാ മാനേജ്മെന്റ് ടീമാണെങ്കിൽ അവരൊക്കെ വർക്ക് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇവർക്കൊക്കെ മുകളിൽ ഞാനാണ്. പക്ഷെ എന്റെ മുകളിലുള്ള ആരാണ്? ഈ കസ്റ്റമേഴ്സ് ആണ്. കാരണം കസ്റ്റമേഴ്സിനെ ഞാൻ ചൊടിപ്പിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രൊഡക്റ്റ് പോവില്ല. എന്റെ പ്രൊഡക്റ്റ് പോയില്ലെങ്കിൽ ഞാൻ നേരെ തിരിഞ്ഞ് എന്റെ എംപ്ലോയീസിന് മാനേജ്മെന്റ് സാലറി കുറയും. അപ്പം ഇവരെ സ്കില്ല് ഞാൻ വാങ്ങിയിട്ട് ഇവർക്ക് വേണ്ടത്ര കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ആരെടുത്തും പ്രശ്നമാണ്? ഇവരെടുത്തും പ്രശ്നമാണ്. നേരെ ഇവരെ എനിക്കെതിരാവും. അപ്പൊ പിന്നെ എന്റെ എന്ത് പോവും? ഞാൻ വലിയ സംഭവം എന്നുള്ള പോവില്ലേ? അപ്പം ആ കാര്യം മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞത് നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് ഓഡിയൻസ്, പിന്നെ അതിനെ മാർക്കറ്റ് ചെയ്തിട്ട് അതിന്റെ ആ സാധനം ലീഡ് ക്ലോസ് ചെയ്യാനുള്ള പരിപാടി നിങ്ങൾ ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ അത് ചെയ്യാൻ അറിയുന്ന ഒരാളെ കൂട്ടിയിട്ട് എന്താണ് മാർക്കറ്റിംഗ് സ്കിൽ അത് പഠിക്കാം. മാർക്കറ്റിംഗ് സ്കിൽ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഓണേഴ്സ് ആണ്, ബിസിനസ് ഓണേഴ്സ് ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ലീഡർഷിപ്പ് എന്താണെന്ന് പഠിക്കുക. എങ്ങനെ ഒരു ടീമിനെ ലീഡ് ചെയ്യണം, ഒരു ടീമിനെ ലീഡ് ചെയ്യുമ്പോഴുള്ള റൂൾസ്, എംപ്ലോയീസിനോട് ഏത് രീതിയിൽ പെരുമാറണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. പിന്നെ നിങ്ങളെ ക്വാളിറ്റി നിങ്ങൾ എപ്പോഴും ഉറപ്പുവരുത്തുക. നിങ്ങൾ കൊടുക്കുന്ന സാധനം 100% ഒരാൾക്ക് ഉപയോഗപ്പെടും എന്ന് ഉറപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് അവരോട് പറയാ റീഫണ്ട് പോളിസി ഉണ്ട്. കാരണം എന്താ? നിങ്ങൾ സാധനത്തിൽ നിങ്ങൾക്ക് ക്വാളിറ്റി ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റീഫണ്ട് പോളിസി കൊടുക്കുക. ഇപ്പൊ എന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, നിങ്ങൾ പഠിക്കാൻ വന്നാൽ നിങ്ങൾക്ക് എല്ലാം ഞാൻ ചെയ്തു തരും. അത് ഞാൻ പറയും, നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ 1 വീക്കോ 2 വീക്കോ ക്ലാസ് ആയിട്ട് നിങ്ങൾ റീഫണ്ട് അടിച്ചോളി എന്ന് ഞാൻ പറയും. കാരണം ഞാൻ അത്രയും കോൺഫിഡൻസ് ആണ്. കാരണം ആരും റീഫണ്ട് അടിക്കൂല. അപ്പൊ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കുക. മനസ്സിലായോ? നിങ്ങളുടെ ബിസിനസ് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യം ചെയ്യുക. പിന്നെ മെറ്റ ആഡ്സ് നിങ്ങൾ ചെറിയ കോഴ്സായി കാണണ്ട. അതിന്റെ സാധ്യതകൾ ഞാൻ ആദ്യം പറഞ്ഞു. നമ്മളൊരു നോട്ടീസ് അടിച്ച് പൈസ കളയുന്നതിനേക്കാൾ എത്രയോ ഉപകയാണ്
നമുക്ക് വെറും 500 രൂപ കൊടുത്തിട്ട് ആഡ് റൺ ചെയ്തു. ഇപ്പൊ നേരത്തെ ഒരാൾ പറഞ്ഞു അവർക്ക് ഏകദേശം 50ഓളം ലീഡ്സ് വന്നു, അതിൽ 15ഓളം കൺവേർട്ട് ആയി. ആന്റണി, നിങ്ങൾ എത്ര ഫീസ് വാങ്ങുന്നേ ഒന്ന് പറയാോ? ട്രീറ്റ്മെന്റിനാ ഇപ്പൊ നിങ്ങള് ട്രീറ്റ്മെന്റ് 58,000 to 60,000. ഓ അതല്ല, ഈ കൺവേർഷൻ വന്നെന്ന് പറഞ്ഞില്ലേ നിങ്ങള്, ഈ ക്ലോസ് ആയേ അവരോട് എന്താ വാങ്ങുന്നത്? നമ്മുടെ ട്രീറ്റ്മെന്റ് അല്ലേ, 1 month ആണ് ട്രീറ്റ്മെന്റ് വരിക. ഒരു 60,000. 1 monthന് 60,000. ഓക്കെ, അങ്ങനെ 1 monthന് 60,000 വാങ്ങിയിട്ടുള്ള 15 ആൾക്കാർ ഇവർക്ക് ക്ലോസ് ആയി. അതായത് ഏകദേശം 9 ലക്ഷത്തോളം ഇവർക്ക് എത്ര രൂപ വെച്ച് കിട്ടി? വെറും 500 രൂപ വെച്ച് കിട്ടി. മനസ്സിലായോ? വെറും 500 രൂപ ചെലവാക്കിയപ്പം 9 ലക്ഷത്തിന്റെ അടുത്ത് ഏർണിങ്സ് ഉണ്ടാവും. ഓക്കെ, അതിൽ നിന്ന് ഒരു 5 ലക്ഷം കട്ടാക്കിയാലും ഇവർക്ക് സാലറിയും മറ്റു കാര്യങ്ങൾക്ക് ചെലവാക്കി ഒരു 4 ലക്ഷത്തോളം ലാഭം വരൂലേ? വരൂലേ? അല്ല, 4 ലക്ഷം വരില്ല. ഓക്കെ, 1 ലക്ഷം എന്തായാലും വരില്ലേ? ഒന്നിന്റെ മുകളിൽ പോകും. ഓക്കെ, വെറും 500 രൂപക്കാണ് 1 ലക്ഷം കിട്ടിയത്. നിങ്ങൾ നേരെ അത് 5,000 ആക്കി എത്ര കിട്ടും? 10 ലക്ഷം ആവൂലേ? വെറും 5,000 രൂപക്ക് 10 ലക്ഷം കിട്ടാണ്. അങ്ങനെ നിങ്ങൾ 5,000 ഉള്ളത് 50,000 ആക്കിയാലോ? 10 ലക്ഷം ഉള്ളത് 5 കൂടി ആവൂലേ? അങ്ങനെ ചിന്തിച്ചു നോക്കാം. അതാണ് മാർക്കറ്റിംഗ്. നമ്മൾ എപ്പോഴും ഓരോ ആൾക്കാരെയും വെച്ച് ഓരോ കാര്യം ലീഡ് ചെയ്തിട്ട് അതിനെ ക്ലോസ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമുക്ക് പറ്റൂല, അടുത്ത ആളെ ഏൽപ്പിക്കും. ആളോട് പറയും നിങ്ങൾ 10 ഈ മാസം ക്ലോസ് ചെയ്ത് തരണം. അപ്പൊ അയാളെന്ന് നമുക്ക് കിട്ടുന്ന വെറും, നമുക്ക് 1 ലക്ഷം കിട്ടുന്നതിന് 20,000 അയാൾ കൊടുത്താലും ബാക്കി 80,000 നമുക്കല്ലേ? അങ്ങനത്തെ 10 ആൾക്കാരെ ഏൽപ്പിച്ചാല് 80,000 വെച്ച് മാസം കിട്ടിയ 8 ലക്ഷം ആയില്ലേ? അതായത് 10 ഒരു മാസം 8 ലക്ഷം അങ്ങനെ വെറുതെ കിട്ടി, നമ്മൾ വർക്ക് ചെയ്യാണ്ട്. മനസ്സിലായോ? അങ്ങനെ ഓരോന്നിന്റെ കണക്കും കാര്യങ്ങളും വെച്ച് നിങ്ങൾ കൂട്ടി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും മെറ്റാ ആഡ്സിന്റെ വാല്യൂ. അപ്പൊ ഇതാണ് ഇതിന്റെ വാല്യൂ. ഇത് മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് SEO പഠിക്കണം. അങ്ങനെ നിങ്ങൾക്ക് ശരിക്കും ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആവാൻ പറ്റും. പക്ഷെ മെറ്റാ ആഡ്സ് മാത്രം യൂസ് ചെയ്ത് നിങ്ങളെ ബിസിനസ്സിനെ വിജയിപ്പിക്കാൻ പറ്റും, മറ്റുള്ള ഒരു ബിസിനസ്സിനെ വിജയിപ്പിച്ചു കൊടുക്കാൻ പറ്റും, അവർക്ക് വേണ്ട ഏർണിങ്സ് ഉണ്ടാക്കിയിട്ട് അവരോട് പ്രോഫിറ്റ് വാങ്ങാൻ പറ്റും. പിന്നെ ഇപ്പൊ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രാക്ടീസിനും കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ ഇബ്രാഹിം സർ ചെയ്യാൻ പറ്റൂലേ? ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാം. ഓക്കെ, നമ്മളെ ഫ്രീലാൻസ് ആയിട്ട് ചെയ്താല് നിങ്ങൾ ആഡ് റൺ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന അതായത് 300 രൂപയിൽ 150 നിങ്ങൾക്ക് എടുക്കാം. മനസ്സിലായോ? നിങ്ങളെ ക്ലാസ് ഒന്നും ചിന്തിക്കേണ്ട, നിങ്ങൾക്ക് നെക്സ്റ്റ് ഒന്നും വരാനുണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതായ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കൂടെ നമ്മൾ തരുകയും ചെയ്യും. പുറമെ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ സ്പോട്ടിൽ നിങ്ങൾ മാർക്കറ്റിംഗും പഠിക്കും. നിങ്ങൾക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുതിയൊരിടത്ത് ജോലി എടുക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നർത്ഥം. മനസ്സിലായോ? അതായത് എത്ര കമ്പനീസ് വളരുന്നോ അവർക്കൊക്കെയും ആവശ്യമാണ് മെറ്റാ ആഡ്സ് ചെയ്യുന്ന ആള്. അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകും. അപ്പം ഇതിന്റെ വാല്യൂ ചിലപ്പോൾ 300 രൂപയെന്ന് വെച്ചിട്ട് നിങ്ങൾ വലിയ കാര്യമാക്കൂല. എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് അത് പഠിച്ച് തീർക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് പഠിച്ച് അത്രയും പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഇറങ്ങുക. എന്നിട്ട് നിങ്ങളെ ബിസിനസ്സിനെ വളർത്തുക, ബാക്കിയുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ എല്ലാവരും. സോ നിങ്ങൾക്ക് നല്ലൊരു ഉപകാരം ഉണ്ടാവും. വെറുതെ ആണെന്ന് വിചാരിക്കരുത് ഒരിക്കലും. നല്ല എന്തായാലും ഉപകാരം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പം ബാക്കി ഇബ്രാഹിം സാർ ഞാൻ പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ. ഇനി ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ലല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ചോദിക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് പോവാം. മറ്റേതൊന്ന് സമയം നമ്മള് വേസ്റ്റ് ആക്കണ്ടല്ലോ. ഞാനിപ്പോ ലോക്കൽ ഏരിയ പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കണ്ടായിരുന്നു. ഓക്കെ, നിങ്ങളിന്ന് വീഡിയോ അയച്ചതല്ലേ? അതെ, ലോക്കൽ ഏരിയ പ്രൊമോഷൻ. പക്ഷെ അതില് ഇഷ്ടംപോലെ ആൾക്കാർ കാണുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് എന്താ പറയാ, ഏത് ക്യാമ്പയിൻ കൺവേർട്ട് ആവാൻ വേണ്ടിട്ടല്ല, നമ്മുടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നമ്മുടെ ലോക്കൽ ഏരിയയിലെ ആൾക്കാരെ അറിയിക്കാനുള്ള ഒരു സംഭവമാണെന്ന് തോന്നുന്നു. അല്ല, നിങ്ങള് ഏത് ക്യാമ്പയിനിലാണ് ചെയ്തത് അറിയോ? ഏത്? അല്ല, അത് അങ്ങനെ തന്നെ ലോക്കൽ ഏരിയ പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടാണ് അതിൽ ആ സ്വിച്ച് കണ്ടത്. അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ആയിക്കോ. ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ. പക്ഷെ അത് ക്യാമ്പയിൻ ചെയ്തല്ലേ വീഡിയോ ഉണ്ടായത്? ക്യാമ്പയിൻ ചെയ്ത വീഡിയോ ആണ് കണ്ടുകൊണ്ട് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കണത്. അതെനിക്ക് എനിക്ക് തോന്നുന്നത് മറ്റേതൊക്കെ എനിക്ക് നിങ്ങള് ക്യാമ്പയിൻ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ആ ഒരു ഓപ്ഷൻ എവിടുന്ന് എടുത്ത് ജസ്റ്റ് എനിക്ക് ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തരാം. അല്ലെങ്കിൽ സ്ക്രീന് അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എവിടുന്നാണെന്നല്ലേ. ഇൻട്രസ്റ്റ് എന്നുള്ള കാറ്റഗറിയിലായിട്ടാണോ കൊടുത്തത്? അല്ല, അത് മുകളിൽ നിന്നൊക്കെ താഴെ വന്നിട്ട് നിങ്ങള് വൈകുന്നേരമാണ് അയക്കുന്നത്. പക്ഷെ ഞാൻ അന്ന് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് അതിന്റെ ലിങ്കും കാര്യങ്ങളും ഇടലൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു.
അല്ല അത് കുഴപ്പമില്ല. സംഭവം എന്തായാലും എനിക്കത് പിന്നെ എന്താ പറയാ, ലോക്കൽ ഏരിയയിൽ കണ്ടമാനം ആൾക്കാര് അത് കണ്ടിട്ടുണ്ട്. ഞാൻ പുറത്തേക്ക് കൺവേർഷൻസ് ഇറങ്ങിയപ്പോ വന്നോ? ആൾക്കാർ പറഞ്ഞു നിന്റെ പരസ്യം കാണുന്നുണ്ടല്ലോ, പരസ്യം നമ്മള് കാണുന്നുണ്ടല്ലോ. വേറൊന്നുണ്ട്, നിങ്ങൾ കൺവേർഷന് മാത്രം പ്രതീക്ഷിക്കണ്ട. നിങ്ങളെ ഇതിന്റെ കൂടെ നിങ്ങളെ പേജ് കാര്യങ്ങളൊക്കെ റീച്ച് ആവുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഇന്നൊരു എൻക്വയറി വന്നത്, ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു വാട്സപ്പിൻ്റെ ബട്ടൺ കണക്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ഇന്നൊരു എൻക്വയറി വന്നത്. ഇബ്രാഹിം ഞാൻ ഒരു കാര്യം സംസാരിക്കട്ടെ. ഓക്കെ. ഇതിലായിരിക്കലും ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടോ ഇപ്പൊ ചോദിക്കാം. എന്നാ എനിക്ക് പോവായിരുന്നു, എനിക്ക് ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഞാൻ പറഞ്ഞ വിഷയത്തില്? ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്ക. അനൂജിന് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, സാറ് പറഞ്ഞ കാര്യങ്ങള് കറക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ബെനിഫിറ്റ് കിട്ടും. പക്ഷെ നമുക്ക് ലാംഗ്വേജ്, കേരളത്തിന് പുറത്തേക്ക് കിടക്കുമ്പോൾ ലാംഗ്വേജ് ഒരു ഇഷ്യൂ ആണ് നിങ്ങൾക്ക് എന്നുള്ള പിന്നെ മാത്രം. ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്മളൊരു കോഴ്സ് ഉണ്ട്, 99 രൂപന്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ ജോയിൻ ചെയ്യട്ടോ. ഞാൻ പിന്നെ ഇപ്പം പറഞ്ഞതേ ഉള്ളൂ. അല്ല, പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് ഇപ്പൊ ഇംഗ്ലീഷ് ഓക്കെ എങ്ങനെയെങ്കിലും നമുക്ക് പറയാൻ പറ്റും. അത് കന്നഡ പിന്നെ വേറെ എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ അവര് പറയണ എന്താന്ന് നമുക്ക് മനസ്സിലാവില്ല. അല്ലേ, അതിനുള്ള ഒരു പരിപാടിയാണ്. നിങ്ങൾ ഓരോ സ്ഥലത്ത് നിങ്ങൾ ആൾക്കാരെ നിങ്ങളെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ആ സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ പിടിച്ചിട്ടേ ടെലികോളേഴ്സിനെ സെലക്ട് ചെയ്യുക. മനസ്സിലായോ? ആദ്യം ഒരു ആഡ് റൺ ചെയ്യുക 250 രൂപക്ക്. എന്നിട്ട് അവിടുത്തെ ടെലികോളേഴ്സിനെയോ അവിടുത്തെ മാർക്കറ്റിംഗ് ആൾക്കാരെ നിങ്ങൾ ഹയർ ചെയ്യുക. മനസ്സിലായോ? എന്നിട്ട് അവരോട് പറയാം ഈ കോഴ്സ് ആണ്, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇത്രയാണ്, ഇതിന്റെ 50% അല്ലെങ്കിൽ 30% അവർക്ക് തരാം, നിങ്ങൾ വർക്ക് ചെയ്താൽ മതി എന്നിങ്ങനെ കാര്യം പറഞ്ഞിട്ട് അവർക്ക് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാം. മനസ്സിലായോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒന്നുമില്ല, നമുക്ക് ആ ആൾക്കാരെ കൺവേർട്ട് ചെയ്യാനും സംസാരിക്കാനും ബുദ്ധിമുട്ടും ആവൂല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓരോ സമയത്ത് ഓരോ ആവശ്യത്തിനുള്ളത് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ. വെറുതെ എന്താ ചെയ്യുന്നതിന് പുറമെ എന്തായാലും നമുക്ക് ഒരാളും കൂടി ഫ്രീലാൻസ് ആയിട്ട് വെക്കണമെങ്കിൽ നമുക്ക് വരാത്തൊരു ബിസിനസ് ആണ് കാരണം. പക്ഷെ ഒരാളും കൂടി ഉണ്ടെങ്കിൽ അവിടെ ഒരു ബിസിനസ് നടക്കും. നമുക്ക് അതിന്റെ ഒരു 50% അവർക്ക് കൊടുത്താൽ മതി. വേറൊന്നുമില്ല എല്ലാവർക്കും. ഞാൻ പോട്ടെ. ശരി, ഞാൻ പോന്നട്ടെ ഇബ്രാഹിം. ബാക്കി ഇംഗ്ലീഷ് ചെയ്യില്ലേ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഇല്ലെങ്കിൽ ഞാൻ നമ്മൾ ലീഡ്സ് ക്യാമ്പയിൻ ഒന്ന് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരിക്കാം? ഓക്കെ, ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലീഡ്സ് ക്യാമ്പയിൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ചിലപ്പം പല ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, എങ്ങനെയാണ് അതിൻ്റെ സ്ക്രീന് കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളൊരു ലീഡ്സ് ക്യാമ്പയിൻ്റെ ഒരു സ്ട്രക്ചർ. ഇങ്ങനെയാണ് ഉണ്ടാവുക നമ്മളിപ്പോൾ എവിടെയെങ്കിലും ആഡ് റൺ ചെയ്യുന്ന സമയത്ത്. പിന്നെ അതുപോലെ ഇനി നിങ്ങൾ ഓരോ ക്യാമ്പയിന് കാര്യങ്ങൾ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കവർ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളിതിപ്പോൾ ഒരു പഠിക്കുന്ന ആളുകളാണ്. പഠിക്കുന്ന ആളുകളാവുമ്പോൾ നിങ്ങൾ നമ്മളെ കൂടെ ഉള്ളതല്ലാതെ മറ്റുള്ളതും കൂടി നിങ്ങളൊന്ന് ഡിസ്കവർ ചെയ്യണം. ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇത് ഏത് മെത്തേഡിലാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് പരസ്യമാണെന്നുള്ളതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ബിസിനസ്സിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഞാൻ അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും ക്യാമ്പയിൻ എടുത്ത് ചെയ്യരുത്. നമ്മളെ ബിസിനസ്സിന് ആപ്റ്റായിട്ട് പല ക്യാമ്പയിൻ ഉണ്ട്, അത് മാത്രമാണ് നമ്മൾ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ലീഡ്സ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞ മെത്തേഡ് കൂടുതലും ഉപയോഗിക്കുന്നത് ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആളുകളെ ഡാറ്റകൾ, നമ്പർ, അതുപോലെ അവരെ ലൊക്കേഷന് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ആ ഒരു ഡീറ്റെയിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അവരെ കോൾ ചെയ്യണമെങ്കിൽ കോൾ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അവർ ആ ഒരു നമ്പർ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചെന്നുള്ളൂ. ഇനി നമ്മൾ ക്യാമ്പയിനിലോട്ട് പോവുകയാണ്.
ഓക്കെ, നമ്മൾ ആഡ്സ് മാനേജർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല. ഓക്കെ, ഞാനൊന്ന് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ഡെസ്ക് ടോപ്പിലാണ് പറയുന്നത്, ലാപ്ടോപ്പിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. മൊബൈലിലാണെങ്കിൽ നമുക്ക് മെറ്റാഡ്സിൻ്റെ ആപ്പ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇതേപോലെ ഗൂഗിളിലും സെർച്ച് ചെയ്യാം മൊബൈലിലാണെങ്കിലും. ഞാൻ ഇവിടെ ഓൾറെഡി ചെയ്തുകൊണ്ട് നമുക്ക് ആഡ്സ് മാനേജർ വന്നിട്ടുണ്ട്. ഇതിൽ ആഡ്സ് മാനേജർ എന്നുള്ള ഓപ്പൺ ആക്കുക. ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ടാവും. ഈ ക്ലാസ്സുകളൊക്കെ ഓൾറെഡി നമ്മളെ ആപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിലൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അക്കൗണ്ട് ഓവർവ്യൂ, ക്യാമ്പയിൻസ്, ആഡ്സ് റിപ്പോർട്ടിങ്, പിന്നെ ഓഡിയൻസ്, ബില്ലിംഗ്, പേയ്മെൻറ്റ്, അഡ്വർടൈസിങ്, സെറ്റിങ്സ്, ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ കുറച്ച് ടൂൾസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ക്യാമ്പയിന് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണേ. അപ്പോൾ ഞാൻ ക്യാമ്പയിന് ചെയ്യാനും വേണ്ടിയിട്ട് ഇവിടെ ക്രിയേറ്റ് എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇത്രയും ക്യാമ്പയിൻ ഉണ്ട്. ഇത് നമ്മളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓരോ ലെസണായിട്ട് നമ്മളെ ആപ്പിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ലീഡ്സ് എന്നുള്ള കാരണം. അപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട് ലീഡ്സ് എന്താണെന്നുള്ളത്. കളക്ട് ലീഡ്സ് ഫോർ യുവർ ബിസിനസ് ഓർ ബ്രാൻഡ്. അപ്പോൾ നമ്മളെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ലീഡ്സ് കളക്ട് ചെയ്യണം. അത് പല മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റൻറ്റ് ഫോമായിട്ട്, അതുപോലെ മെസ്സഞ്ചർ വഴി, പിന്നെ കൺവേർഷൻസ്, കോള്, ഈ രൂപത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ഫോം വെച്ചിട്ട് എങ്ങനെയാണ് നമുക്കൊരു ലീഡ്സ് കളക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതിന് വേണ്ടി ഞാൻ കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ രണ്ട് മെത്തേഡ് കാണിക്കുന്നുണ്ട്. ഒന്ന് റെക്കമെൻഡഡ് സെറ്റിങ്സും പിന്നെ അതുപോലെ തന്നെ മാനുവൽ. ഇത് രണ്ടും ഉള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്ന് വെച്ചാൽ, റെക്കമെൻഡഡ് എന്ന് പറയുമ്പോൾ അത് നമ്മളെ ഇപ്പോൾ ഏറ്റവും വലിയ പുതിയ ടെക്നോളജി ആയിട്ടുള്ള AI വെച്ചിട്ടുള്ളതാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫേസ്ബുക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള നമ്മൾ ഓഡിയൻസ് കാര്യങ്ങളൊക്കെ മാനുവലായിട്ട് കൊടുക്കുന്നതാണ് മാനുവൽ ലീഡ്സ് ക്യാമ്പയിൻ എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ മാനുവലായിട്ടാണ്, നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മാനുവലാണ് ചെയ്യുന്നത്. കണ്ടിന്യൂ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഫസ്റ്റ് ഒരു നെയിം കൊടുക്കുക. നെയിം നമുക്ക് ജസ്റ്റ് മനസ്സിലാവാനും വേണ്ടിയിട്ടാണ്, അല്ലാതെ ഫേസ്ബുക്കിന് ഇന്ന നെയിം കൊടുക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ആ ഒരു ക്യാമ്പയിൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം ഏതാണുള്ളത്. ഞാൻ ജസ്റ്റ് ലീഡ്സ് എന്നുള്ളത് ഇന്നത്തെ ഡേറ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ ഈ ഒരു ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ നെക്സ്റ്റ് പേജിലോട്ട് പോവാണ്. ഓക്കെ, ഇവിടെ നമുക്ക് പേര് കൊടുക്കുക. കൊടുക്കണം നിർബന്ധമില്ല, ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു. നമ്മൾ എപ്പോഴും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് സൈഡിൽ ഒരു എറർ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു എറർ റിസോൾവ് ചെയ്താൽ മാത്രമേ നമുക്ക് ക്യാമ്പയിൻ പബ്ലിഷ് ആവുള്ളൂ എന്നുള്ള ഒരു വാർണിംഗ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല, പക്ഷേ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ടേംസ് ഓഫ് സർവീസ് നോട്ട് അക്സെപ്റ്റഡ്, യു കനോട്ട് റൺ. അതായത് നമ്മൾ ഈ പിന്നെ ലീഡ്സ് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഫോം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ പ്രൈവസി പോളിസിയൊക്കെ നമ്മൾ പിന്നെ ആക്സെപ്റ്റ് ചെയ്യണം. അതെന്താണെന്ന് വെച്ചാൽ പറയാൻ കാരണം, നമ്മൾ ഒരുപാട് ആളുകളെ ഡാറ്റകളാണ് എടുക്കുന്നത്. ഡാറ്റകൾ എടുക്കുന്ന സമയത്ത് ഇത് നമ്മൾ മിസ്യൂസ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു ടേംസാണ് ഇവിടെ നമ്മൾ
ആക്സെപ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ആളുകളുടെ ഡാറ്റ നമ്മൾ മിസ്യൂസ് ചെയ്യില്ല എന്നുള്ളത്. പിന്നെ നമുക്ക് ഇത്രയും ഓപ്ഷൻ ഉണ്ട് ഇവിടെ കൺവേർഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. വെബ്സൈറ്റ് ഇൻസ്റ്റന്റ് ഫോം, അത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെബ്സൈറ്റിലോട്ട് പിന്നെ ലിങ്ക് ചെയ്തിട്ട് അതിൽ ഇൻസ്റ്റന്റ് ഫോം വെച്ച് കൊടുക്കുന്നതാണ്. പിന്നെ വെബ്സൈറ്റ് കാര്യങ്ങൾ കൊടുക്കുക. പിന്നെ വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളെ വെബ്സൈറ്റിലോട്ട് വന്നിട്ട് നമുക്ക് ലീഡ്സ് ജനറേറ്റ് ആവും. പിന്നെ അതുപോലെ മെസ്സഞ്ചർ, ഇൻസ്റ്റന്റ് ഫോം ആൻഡ് മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം, കോള്, ആപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഇൻസ്റ്റന്റ് ഫോം വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഇതാണ് ജനറൽ ആയിട്ട് എല്ലാവരും ചെയ്യുന്നൊരു മെത്തേഡ്. അപ്പോൾ നമുക്കിവിടെ എറർ കാണിക്കുന്നത് ഇവിടെയാണ്. ആദ്യം നമ്മൾ അതൊന്ന് കറക്റ്റ് ചെയ്യണം. ഇവിടെ ഈ ഒരു പേജ് നമ്മൾ ഇവിടെ ഒരു വ്യൂ ടേംസ് കാണിക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് അഗ്രി കൊടുത്താൽ, അഗ്രി ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുത്താൽ നമുക്ക് ആ ഒരു എറർ റിസോൾവ് ആവും. നമ്മളിവിടെ ചെയ്യുന്ന പേജ്, നമുക്ക് ഏത് പേജ് വേണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഞാൻ ഇവിടെ ഓക്കെ, നമ്മൾ ആ ഒരു പേജ് ഓൾറെഡി ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് യു ഹാവ് അക്സെപ്റ്റഡ് മെറ്റാസ് ലീഡ്സ് ആഡ്സ് ടേംസ് ഫോർ ദിസ് പേജ്. അപ്പോൾ ആ ഒരു പേജ് നമ്മൾ ആ ടേംസ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തതായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം നമ്പർ ഓഫ് ലീഡ്സ്, പിന്നെ അതുപോലെ തന്നെ മാക്സിമൈസ് നമ്പർ ഓഫ് കൺവേർഷൻസ് ലീഡ്സ്. ഇങ്ങനെ ഒരു 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഒന്ന് മാക്സിമം നമ്പർ ഓഫ് ലീഡ് വരണമെന്നാണ്, ഒന്ന് നമ്പർ ഓഫ് ലീഡ് വന്നതിന് നമുക്ക് കൺവേർഷൻ വേണമെന്നാണ്. അപ്പോൾ നമ്മളെ ബിസിനസ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ ലീഡ്സ് കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് ലീഡ്സ് ആണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ബാക്കി ലീഡ്സ് വരുന്നത് നമ്മളാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഫേസ്ബുക്കിന് അറിയില്ല ഏതൊക്കെയാണ് ലീഡാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ളത്. ഇനി അടുത്തതായിട്ട് കൊടുക്കേണ്ടത് ബഡ്ജറ്റാണ്. ഇവിടെ ഇപ്പോൾ പല ആളുകളും 50 രൂപ അല്ലെങ്കിൽ ഒക്കെ ഇട്ടിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഓക്കെ. ബിസിനസ് റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ മിനിമം ഒരു 200 ചെയ്താലേ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു റവന്യൂ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഈ പൈസ പോകുന്ന പേടിക്കണ്ട. നമ്മൾ ആ ഒരു വരുന്ന പൈസ നമുക്ക് എന്ത് ചെയ്യുക, അതിൽ നിന്ന് വരുന്ന ഇൻകത്തിനനുസരിച്ച് കൂട്ടി ചെയ്യാൻ പറ്റും. ഇപ്പോൾ മുമ്പ് പറഞ്ഞ ആൻ്റണി എന്ന് പറഞ്ഞ ആൾ പറഞ്ഞ പോലെ തന്നെ അവർക്ക് 500 രൂപ സ്പെൻഡ് ചെയ്തപ്പോൾ അത്രയും എമൗണ്ട് കിട്ടി. അതേപോലെ തന്നെ നമ്മൾ കൂടുതൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് കൂടുതലൊരു വോളിയത്തിലുള്ള ബിസിനസ് അവിടെ കിട്ടും. അപ്പോൾ അതിൽ നിന്നൊരു എമൗണ്ട് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുക, അടുത്ത ഒരു അഡ്വർടൈസ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ മിനിമം ഈ ഒരു എമൗണ്ടും ചെയ്യാം. ഇവിടെ നമുക്കൊരു അടുത്ത ഓപ്ഷൻ വരുന്ന പറഞ്ഞാൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യലാണ്. ഷെഡ്യൂൾ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ആഡ് റൺ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നാളെ ഈ ആഡ് റൺ ചെയ്താൽ മതി ഉണ്ടെങ്കിൽ നമുക്കിവിടെ നാളത്തെ ഡേറ്റ് കാര്യങ്ങൾ കൊടുക്കുക, അതുപോലെ തന്നെ സമയമൊക്കെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വാർണിംഗ് കാണിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ചെയ്യുന്ന സമയം അതുപോലെ ഒരു നമ്മൾ ചെയ്യുന്ന കുറച്ച് മുമ്പായിട്ടുണ്ട് നാളെ. അതായത് ഇപ്പോൾ 9:08 ആയിട്ടുണ്ട്, നമ്മൾ ചെയ്യുന്ന സമയത്ത് 9:02 ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാർണിംഗ് പോവും. ഈ നമുക്ക് അടുത്തതായിട്ട് കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലൊക്കേഷനാണ്. ലൊക്കേഷനിൽ ഞാനൊന്ന് എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇന്ത്യ വേണ്ടവർക്ക് ഇന്ത്യ ചെയ്യാം, പിന്നെ വേറെ നമുക്ക് രാജ്യങ്ങൾ വേണമെങ്കിൽ ഏത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് കേരള എന്ന സ്റ്റേറ്റാണ് കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് എത്ര കൺട്രീസ് വേണമെങ്കിലും ഏത് രാജ്യം വേണമെങ്കിലും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിൻകോഡ് വെച്ചിട്ട് ലൊക്കേഷൻ ചെയ്യാം, ലൊക്കേഷൻ സെറ്റ് ചെയ്യാം.
ഇനി നിങ്ങൾക്ക് ജില്ല വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും എങ്ങനെ വേണമെങ്കിലും നമുക്കിവിടെ ലൊക്കേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ മലപ്പുറം കൊടുത്തപ്പോൾ ഇങ്ങനെ ഒരു 40 കിലോമീറ്റർ കാണിച്ചു. അപ്പോൾ നമുക്ക് എത്ര കിലോമീറ്റർ പരിധിയിലാണ് വേണ്ടത് അതൊക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ 10 കിലോമീറ്റർ പരിധിയിലുള്ള ആളുകൾ കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും കുറഞ്ഞത് 17 കിലോമീറ്റർ ആണ്. അപ്പോൾ ആ ഒരു പരിധിയിലാണ് കാണിക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത് ഇവിടെ ഷോ മോർ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ കൊടുക്കേണ്ട ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് നമ്മൾ ഏത് ലാംഗ്വേജിലാണ് നമ്മളെ ഓഡിയൻസ് എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഉള്ളത് ഓൾ ലാംഗ്വേജ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ മലയാളികളെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ മലയാളം കൊടുക്കുക. അതുപോലെ നിങ്ങൾ ഏതൊക്കെ ലാംഗ്വേജ് ആണ്, ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് കൊടുക്കാം. എത്ര ലാംഗ്വേജ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളെ ഓഡിയൻസ് ഏതാണെന്നുള്ളത് അതിനനുസരിച്ച് കൊടുക്കുക. ഇപ്പോൾ ഒരു ലാംഗ്വേജ് നിർബന്ധമായിട്ട് കൊടുക്കുക. പിന്നെ അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് ഓഡിയൻസ് ആണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഒരു കാറ്റഗറി പറഞ്ഞാൽ പിന്നെ ഏജ് ആണ്. ഏജ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. 18 മുതൽ 65 വയസ്സ് വരെയുള്ള ആളുകളുണ്ട്. അതിൽ നമുക്ക് നമ്മളെ കറക്റ്റ് ഓഡിയൻസ് ഏതാണെന്നുള്ളതിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെയിലും ഫീമെയിലൊക്കെ ഉണ്ട്. ഇപ്പോൾ നേരത്തെ നബീൽ പറഞ്ഞ പോലെ ചില നമ്മളെ പ്രോഡക്റ്റ് പിന്നെ വുമൺസ് മാത്രം എടുക്കുന്നതാവും, അല്ലെങ്കിൽ മെന്ന് മാത്രം ചെയ്യുന്നതാവും. അപ്പോൾ അതൊക്കെ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ എല്ലാവരും കാണണമെന്നുണ്ടെങ്കിൽ ഓള് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ആണ്. ഡീറ്റെയിൽ ടാർഗറ്റിങ്ങിൽ നിങ്ങൾക്ക് പിന്നെ ഏജ് ഓഫ്, ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഇതേപോലെ നമ്മളെ ഓരോ പ്രോഡക്റ്റിനും ഓരോ ഓഡിയൻസ് ഉണ്ടാവും. എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ChatGPT കാര്യങ്ങൾ അങ്ങനത്തെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഒരു 5-6 ഓഡിയൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ ചെയ്യണതിന് മുമ്പ് എന്ത് ചെയ്യുക, നമ്മളെ ഓഡിയൻസ് ആരാന്നുള്ളത് കറക്റ്റ് ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ പ്രോഡക്റ്റ് എടുക്കാൻ സാധ്യതയുള്ള ഓഡിയൻസിനാണ് ഇപ്പോൾ കൊടുത്തുള്ളത്. സ്മോൾ ബിസിനസ് ഓണേഴ്സ് ഉണ്ട്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇനിയും നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി അടുത്ത് നമുക്ക് വരുന്നത് പറഞ്ഞാൽ പ്ലേസ്മെൻ്റ് ആണ്. പ്ലേസ്മെൻറ്റ് ശരിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് പ്ലേസ്മെൻറ്റ് കൊടുക്കാം. ഇവിടെ പ്ലേസ്മെൻറ്റ് നമുക്ക് ഇതാണ് ഫേസ്ബുക്ക് സ്ട്രീം വീഡിയോസ്, ഓഡിയൻസ്, അത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഈ ഒരു ക്യാമ്പയിനിൽ നമുക്ക് പ്ലേസ്മെൻറ്റ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അഡ്വാൻറ്റേജ് പ്ലസ് പ്ലേസ്മെൻറ്റ് റെക്കമെൻഡ് ഉണ്ട്, മാനുവൽ പ്ലേസ്മെൻറ്റും ഉണ്ട്. മാനുവൽ പ്ലേസ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇതിൽ ഏതുവാണെങ്കിലും. ഇപ്പം ചില ആളുകൾ ചോദിക്കാറുണ്ട് ഫേസ്ബുക്കിൽ മാത്രം പരസ്യം ചെയ്താൽ മതി, പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം പരസ്യം ചെയ്താൽ മതിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ആ ഒരു രീതിയിൽ മാത്രം നിങ്ങൾക്ക് പരസ്യം ചെയ്യാൻ പറ്റും.
അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമ്മൾ ഫുള്ള് പ്ലേസ്മെന്റ് ഇട്ടിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അത്രയും ഓഡിയൻസിന് കിട്ടും ഫേസ്ബുക്കിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്. ഇത്രയും ആണ് ഈ ഒരു ഇതിൽ വരുന്നത്. ഞാൻ നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇവിടെ അതേപോലെ ഒരു നെയിം വരുന്നുണ്ട്. അത് നമുക്ക് കൊടുക്കണം നിർബന്ധമില്ല, വേണമെങ്കിൽ കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് വരുന്നത്, ഇവിടെ നമുക്കൊരു സിംഗിൾ ഇമേജ് ഓർ കരോസൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. സിംഗിൾ ഇമേജ് ഓർ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്ററോ ഇടുന്നതിനാണ് പറയുന്നത്. അപ്പോൾ അത് കൊടുക്കാൻ ഇവിടെ അപ്ലോഡ് ചെയ്യാനുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ കരോസൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇമേജുകൾ സ്ലൈഡായിട്ടൊക്കെ കൊടുക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ക്രിയേറ്റ് ആഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെയാണ് നമുക്ക് ഇമേജ് അല്ലെങ്കിൽ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു 3 ഓപ്ഷൻ ഉണ്ട്: ക്രിയേറ്റ് ആഡ്, പിന്നെ യൂസ് എക്സിസ്റ്റിംഗ് പോസ്റ്റ്, പിന്നെ യൂസ് ക്രിയേറ്റീവ് ഹബ് മേക്കപ്പ്. ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ക്രിയേറ്റ് ആഡ് എന്ന് പറഞ്ഞാൽ പുതിയതാണ്. പിന്നെ നമുക്ക് പഴയ ആഡ്, അതായത് നമ്മൾ മുമ്പ് ചെയ്ത അതേ പോസ്റ്റർ തന്നെ ചെയ്താൽ മതിയോ. പിന്നെ മോക്കപ്പായിട്ട് വേറെ ചെയ്താൽ മതിയോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ ക്രിയേറ്റീവ് ആഡ് എന്നുള്ളതാണ് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് അടുത്തതായിട്ട് കൊടുക്കേണ്ടത് ക്രിയേറ്റ് ഫോം എന്നുള്ളതാണ്. ഇതിൻ്റെ ഒക്കെ ക്ലാസ് നമ്മൾ വേറെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക്. പിന്നെ ഇതിൻ്റെ റെക്കോർഡിങ്സും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നുണ്ടാവും. ക്രിയേറ്റ് ഫോം കൊടുക്കുക. നമ്മൾ ക്രിയേറ്റ് ഫോം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റായിട്ട് ഇങ്ങനെ ഒരു പേജാണ്. അപ്പോൾ ഈ പേജിൽ നമ്മൾ മുമ്പ് നമ്മൾ ആഡിൻ്റെ കൊടുത്ത പോലെ തന്നെ നമ്മൾ ഫോമിന് ജസ്റ്റ് ഒരു പേര് കൊടുക്കുക. ഞാനൊരു ഫ്രീ മാസ്റ്റർ ക്ലാസ് എന്നുള്ള ആണ് കൊടുക്കുക. ഇവിടെ നമുക്ക് 3 ഓപ്ഷൻ കാണിക്കുന്നുണ്ട്: മോർ വോളിയം, ഹയർ ഇൻറ്റൻറ്റ്, പിന്നെ റിച്ച് ക്രിയേറ്റീവ്. ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, മോർ വോളിയം എന്നുള്ളതിൻ്റെ അവിടെ താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്: യൂസ് എ ഫോം ജസ്റ്റ് ക്വിക്ക് ടു ഫിൽ. അതായത് ചെറിയ രീതിയിൽ 1-2 ക്വസ്റ്റ്യനൊക്കെ ഇട്ടിട്ട് നമ്മളൊരു ഫോം ചെയ്യുന്നതിനാണ്. ഇപ്പോൾ ഇവിടെ സൈഡിൽ അതിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്: ഒരു ഇമെയിൽ, ഒരു നെയിം, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഒരു ഫോം ചെയ്യുന്നതാണ് അത് പറഞ്ഞ്. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ്. പിന്നെ റിച്ച് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിൽ. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് മതിയെന്നുണ്ടെങ്കിൽ ഏറ്റവും മോർ വോളിയം എന്നുള്ളതിൽ ചെയ്താൽ മതി. ആ ഒരു ഓപ്ഷന് കൊടുക്കുക, നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് വരുന്നത് നമുക്കൊരു ഇൻട്രോ ആണ്. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന ഒരു. അപ്പോൾ ഞാനിവിടെ ഒരു പിന്നെ ഹെഡ്ലൈന് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പേരൊന്ന് മാറ്റുന്നുണ്ട് ജസ്റ്റ്. ഞാനിവിടെ ഹെഡിങ് ആയിട്ട് കൊടുക്കുന്നത് ഫ്രീ മാസ്റ്റർ ക്ലാസ് ആണ്. നമ്മളൊരു ഫ്രീ മാസ്റ്റർ ക്ലാസ് ആണ് ഈ ഒരു ഇതിൽ കൊടുക്കുന്നത് ആഡായിട്ട്.
നമുക്കിവിടെ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു അഡീഷണൽ ഡീറ്റെയിൽ ഓക്കെ അവിടെ ഞാൻ ഫില്ല് ചെയ്ത് ഓക്കെ. ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ചില ആളുകൾ പിന്നെ നമ്മൾ ആ ഒരു ഇത് നോക്കില്ല. അതുകൊണ്ട് പിന്നെ ജസ്റ്റ് അവരുടെ അടുത്തൊന്ന് പറയണം നമ്മളിങ്ങനെ ഒരു ഇത് ഫോം ഫില്ല് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ കൊടുത്ത കാര്യങ്ങളൊക്കെ ഇവിടെ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് കൊടുക്കാനുള്ളത്. ഞാൻ നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി പിന്നെ നെയിം അതേപോലെ മെയിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇവിടെ കൊടുക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാനിവിടെ ഒരു കാറ്റഗറി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇത്രയും കാറ്റഗറി ഒക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റും. യൂസർ ഇൻഫോർമേഷന്, ഡെമോഗ്രാഫിക്, ഞാൻ കോണ്ടാക്ട് ഡീറ്റെയിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇമെയിൽ ഞാൻ ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ നമ്മളവിടെ എഡിറ്റ് ചെയ്ത ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ ഫുൾ നെയിം, വാട്സപ്പ് നമ്പർ. ഇനി നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഉണ്ട് ആഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ള ഓപ്ഷന്. ഇതിൽ ഇത്ര ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഞാനൊരു ഷോർട്ട് ആൻസർ വെച്ചിട്ടുള്ളത് കൊടുക്കുന്നുണ്ട്. ഈ ഷോർട്ട് ആൻസർ എന്ന് പറഞ്ഞാൽ ഒരു ആൻസർ മാത്രം കിട്ടുന്നതിനാണ്. അവിടെ ഞാൻ ലൊക്കേഷനും കൂടി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ ഓപ്ഷണലും ചോദിക്കുന്നത് നമ്മൾ ആ ഒരു ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് വേണോ ഓപ്ഷണൽ ആണോ എന്നുള്ളതാണ്. ഓപ്ഷണലാക്കി കൊടുത്താൽ അവർക്ക് അത് സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റും. ഓപ്ഷണൽ അല്ലാതെ കൊടുത്താൽ അവർക്ക് നിർബന്ധമായിട്ട് ഫില്ല് ചെയ്യണം. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഫോം ഉണ്ടാക്കുന്ന സമയത്ത് സിമ്പിളായിട്ട് ഉണ്ടാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ആളുകൾ ഇത്രയും ഡീറ്റെയിൽ ഒന്നും ഫില്ല് ചെയ്യൂല. അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കൊടുക്കുക. ഓക്കെ. ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യനും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ക്വസ്റ്റ്യനിൽ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുന്നുണ്ട്. ആർ യു interested in മാസ്റ്റർ ക്ലാസ്. ഓക്കെ. ഇവിടെ നമ്മളൊരു ഓപ്ഷനും കൂടി കൊടുക്കുന്നുണ്ട്. മുകളിൽ എസ്, താഴെനോ. ഓക്കെ. ഇപ്പോൾ ഇവിടെ നമുക്ക് സൈഡിൽ കാണിക്കുന്നുണ്ട് ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ മാസ്റ്റർ ക്ലാസ്. അപ്പോൾ അവർ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എസ് എന്ന് കൊടുക്കും, അതല്ലാന്നുണ്ടെങ്കിൽ നോ കൊടുക്കും. അപ്പോൾ നിങ്ങൾ ഇത് പിന്നെ ചിലപ്പം നമ്മൾ പറയുമ്പോൾ ക്യാച്ച് ആവണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു എന്ത് ചെയ്യുക, നമ്മൾ ക്ലാസ്സുകൾ ഒന്നും കൂടി പോയിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടി മനസ്സിലാവും. ഫസ്റ്റ് കേൾക്കുന്ന സമയത്ത് ചിലപ്പം കൺഫ്യൂഷൻ ആണ് ചെയ്യാറും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഉള്ള പാർട്ടിൽ വരുന്നത്. നമ്മൾ നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു പ്രൈവസി പോളിസി ഉണ്ട്, അതിനൊരു ലിങ്ക് കൊടുക്കണം.
ഇപ്പോൾ നമുക്ക് ലിങ്ക് വെബ്സൈറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലിങ്ക് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ മതി. www.google.com എന്നുള്ള ഇത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ നമുക്ക് ഇപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ പേജിൻ്റെ ഒരു ലിങ്കും കൂടിയാണ് കൊടുത്തുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇത് വെബ്സൈറ്റ് ഇല്ലാത്തവർ ഇങ്ങനെ കൊടുക്കുക, അല്ലാത്തൊരു വെബ്സൈറ്റ് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഇത്രയും കാര്യമാണ് വരുന്നത്. അതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് കൊടുക്കുക. ഇതാണ് നമ്മളെ ലാസ്റ്റ് പേജ് വരുന്നത്. ഇവിടെ നമുക്കൊരു ഹെഡ്ലൈൻ ഉണ്ട്, താങ്ക് യു. വേണമെങ്കിൽ നമുക്കിത് മാറ്റിയിട്ട് താങ്ക് യു ഫോർ യുവർ ഇൻട്രസ്റ്റ് എന്നൊക്കെ ആക്കാം ഹെഡ്ലൈന്. വേണമെങ്കിൽ നമുക്കിവിടെ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യുക, നിങ്ങളെ ഡാറ്റ നമ്മൾ മിസ്യൂസ് ചെയ്യില്ല എന്നുള്ളതും കൂടി എന്ത് ചെയ്യുക നമുക്ക് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും, ആ ഡാറ്റകൾ ശരിക്കും നമുക്ക് പിന്നെ ചെയ്തു തരും. വി ഡോണ്ട് ഷെയർ യുവർ ഡാറ്റ എന്നുള്ള ഒരു ഇത് കൊടുക്കാം. ഓക്കെ, ഇവിടെ കാണിക്കുന്നുണ്ട് താങ്ക്സ് ഫോർ യുവർ ഇൻട്രസ്റ്റ്, വി ഡോണ്ട് ഷെയർ യുവർ ഡാറ്റ. അങ്ങനെ ആകുമ്പോൾ നിങ്ങളെ ഡാറ്റ നമ്മൾ വേറെ ആർക്കും ഷെയർ ചെയ്യില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് കാണുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, അവർക്കൊരു ട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇത്രയും ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വെബ്സൈറ്റിലോട്ട് കൊടുക്കാം, പിന്നെ അതുപോലെ തന്നെ കോളായിട്ട് കൊടുക്കാൻ പറ്റും, പിന്നെ ചാറ്റ് ഓൺ വാട്സപ്പ്. കോളായിട്ട് കൊടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഈ ഫോമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കോൾ ബട്ടൺ വരും. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്കിവിടെ നമ്പർ കൊടുക്കാം. ഇനി അതെല്ലാം വാട്സപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ചാറ്റ് ഓൺ വാട്സപ്പ് എന്നുള്ള കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ നമ്പർ ചോദിക്കുന്നുണ്ട്, നമുക്ക് ഏത് നമ്പറാണ് വാട്സപ്പ് കൊടുക്കേണ്ടത് എന്നുള്ളത് ആ ഒരു നമ്പർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് വേണ്ടതെന്നുള്ളത് കൊടുക്കുക. കോളാണെങ്കിൽ കോൾ, അല്ലെങ്കിൽ ചാറ്റാണ് വേണ്ടതെന്നുള്ളത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ഫോം എന്നുള്ള, ഇപ്പോൾ ലാസ്റ്റ് നമ്മളതിൻ്റെ ഓപ്ഷനാണ് ക്രിയേറ്റ് ഫോം. ഓക്കെ, നമുക്കിവിടെ ഒരു പുതിയ ഒരു ഫോമും കൂടി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രീ മാസ്റ്റർ ക്ലാസ് എന്നുള്ളൊരു ഫോം, ഈ ഒരു ഫോം എന്നും നമ്മളെ ഈ ഒരു പേജിലുണ്ടാവും. അപ്പോൾ ഞാൻ മുമ്പ് ഉണ്ടാക്കിയതാണ്. ഇവിടെ ഇതിൻ്റെ താഴെ തന്നെ ഒന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമ്മളെ ഈ ആഡ് റൺ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഇമേജാണ്. ഇനി ഇവിടെ ആഡ് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ഏതാണ് അപ്ലോഡ് ചെയ്യുന്നുള്ള കൊടുക്കുക. ഇമേജ് ആണെങ്കിൽ ഇമേജ്, പിന്നെ അതല്ല വീഡിയോ ആണെങ്കിൽ വീഡിയോ, ഏതെങ്കിലും ഒരു ഓപ്ഷൻ കൊടുക്കുക. ഞാനിവിടെ ഒരു ഇമേജ് സെലക്ട് ചെയ്യാണ്. ഇമേജ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജിലോട്ടാണ് പോവുക. ഇത് ഓൾറെഡി നിങ്ങൾ അതിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ അപ്ലോഡ് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഡൗൺലോഡ്സിലുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഫോണിലാണെങ്കിൽ ഫോണിൻ്റെ ഗാലറിയിലുണ്ടാവും. അവിടുന്ന് ഓപ്പൺ ചെയ്താൽ നേരെ ഇവിടെ വരും. അവിടുന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത പോസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ട്. സെലക്ട് ചെയ്ത് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക.
നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമുക്കൊരു പ്രൈമറി ടെക്സ്റ്റ് ചോദിക്കുന്നുണ്ട്. അവിടെ വേണമെങ്കിൽ ചാറ്റ് ഓൺ വാട്സപ്പ് എന്ന് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും? ആ ഒരു ലിങ്കിൽ കയറിയിട്ട് നമുക്ക് മെസ്സേജ് ആകും. നമ്മൾ നമ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒരു ലിങ്ക് കൊടുക്കുകയാണെങ്കിൽ, പിന്നെ ഹെഡ്ലൈൻ ആയിട്ടും ആണെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് വേറെ എന്തെങ്കിലും കൊടുക്കാം. ഇപ്പം ഞാൻ നോർമലി നമ്മളൊരു മലയാളത്തിലുള്ളൊരു ടെക്സ്റ്റാണ് കൊടുക്കൽ. അതിനു വേണ്ടി ഞാനിവിടെ ഒരു കീബോർഡ് മംഗ്ലീഷ് കീബോർഡ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചതുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ഇതേപോലത്തെ എന്തു വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. എത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രൈമറി ടെക്സ്റ്റും ഒരു ഹെഡ്ലൈനും കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാനില്ല, ഡണ്ണ് കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ കൊടുത്ത കാര്യങ്ങളൊക്കെ ഇവിടെ പ്രിവ്യൂ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഫോമിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ പ്രിവ്യൂ ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. ആഡിൻ്റെ പ്രിവ്യൂ അത് വേറെയും കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ കൊടുത്ത ലിങ്കും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. മുകളിൽ ചാറ്റ് ഓൺ വാട്സപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മലയാളത്തിൽ കൊടുത്ത ഒരു ടെക്സ്റ്റ് ഇത് അവിടെ കാണിക്കുന്നുണ്ട്. ഉടൻ ജോയിൻ ചെയ്യുമെന്നുള്ള കാണുമ്പോൾ അവിടെ സൈനപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ സൈനപ്പ് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് കോൾ ടു ആക്ഷൻ ബട്ടൺ ഇത്രയുണ്ട് കേട്ടോ. ലേൺ മോർ ഉണ്ട്, ഗെറ്റ് കോട്ട്, ഗെറ്റ് ഓഫർ, ഡൗൺലോഡ്. അപ്പം നമ്മൾ ആ ഒരു ബിസിനസ്സിന് അല്ലെങ്കിൽ പ്രോഡക്റ്റിന് മാച്ച് ആയിട്ടുള്ള ഏതാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ലേൺ മോർ എന്ന് കൊടുത്താൽ ഓക്കെ, ഇവിടെ ലേൺ മോർ ആയിട്ടുണ്ട് ആ ഒരു സിമ്പിൾ. അപ്പോൾ എന്താ ആളുകൾക്ക് കൂടുതൽ അറിയാനും വേണ്ടിയിട്ടാണ് നമ്മൾ ലേൺ മോർ എന്നുള്ളത് കൊടുത്താൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ഫോമിലോട്ട് പോകും. ഇതാണിപ്പോൾ ലീഡ് ജനറേഷൻ, അതായത് ഫോം വെച്ചിട്ട് നമുക്ക് ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ വരുന്നത്. ഇനി ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് പബ്ലിഷ് കൊടുക്കുക. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇൻ ഡ്രാഫ്റ്റ് എന്നുള്ളിടത്ത് കാണിക്കും. ആ ഒരു എറർ റിസോൾവ് ചെയ്താൽ മാത്രമേ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ ഇത് പബ്ലിഷ് ചെയ്യുന്നില്ല. നമ്മൾ ഫേക്കായിട്ട് ഉണ്ടാക്കിയൊരു ഇതായതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ
ഓക്കെ, നമുക്ക് ഇതിലൊരു പേയ്മെന്റ് എറർ കാണിക്കുന്നുണ്ട്. അതൊന്ന് റെഡി ആക്കിയാലേ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ 2-3 അക്കൗണ്ട് ഉണ്ട്. ഒരു അക്കൗണ്ടിൽ നമുക്ക് ആഡ് നിലവിൽ റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇബ്രാഹിം ബ്രോ, പിന്നെ ആ, ഇതില് ഓക്കെ ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാല് ഈ ഓക്കെ. ഫോം എവിടെ പിന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടാന്ന് കൂടി കാണിച്ചു തരുമെങ്കിൽ. ഡൗൺലോഡ് ചെയ്യാനല്ല. അതെ, സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യട്ടോ. ഓക്കെ. ഓക്കെ, നമ്മൾ ആഡ്സ് മാനേജർ തന്നെ എടുക്കുക. ഓക്കെ, നമുക്ക് ഈ ക്യാമ്പയിൻ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഇൻസ്റ്റന്റ് ഫോംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ക്യാമ്പയിൻസിൽ. കാണുന്നുണ്ടല്ലോ അല്ലേ? ഹലോ. കാണുന്നുണ്ട്, ആ, ഓക്കെ. കാണുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത ഡാറ്റകൾ, ഫോമുകൾ. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എന്ത് ചെയ്യുക, ഇപ്പോൾ ഓൾറെഡി നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, സിസ്റ്റത്തിലോട്ട് വരും. അതിൽ ഡാറ്റകളൊക്കെ ഉണ്ടാവും. ഓൾറെഡി നമ്മൾ അങ്ങനെ ലീഡ്സ് ആയിട്ടൊന്നും ഡാറ്റകൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അതെന്താ അപ്പുറത്ത് ബൂസ്റ്റ് ചെയ്യാൻ ബട്ടൺ? അത് നമുക്ക് ആ ഡാറ്റ വെച്ചിട്ട് വേണമെങ്കിൽ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റീടാർജറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഈ സൈഡിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓഡിയൻസ് എന്ന് പറഞ്ഞ. ആ ഓഡിയൻസ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ എടുക്കുക.
ഇതൊക്കെ നമുക്ക് കുറച്ച് അഡ്വാൻസ് ലെവൽ ആയിട്ടുള്ള ഓപ്ഷനാണ്. നമുക്ക് കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ ക്രിയേറ്റ് കസ്റ്റം ഓഡിയൻസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ കസ്റ്റമർ ലിസ്റ്റ് കാണുന്നുണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡാറ്റകൾ വെച്ചിട്ടൊക്കെ നമുക്ക് റീടാർജറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വെബ്സൈറ്റിൽ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന ഫോളോവേഴ്സ് ഉണ്ടാവും, അവരെ വെച്ചിട്ട് നമുക്ക് റീടാർഗറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ നമ്മളെ ഫേസ്ബുക്ക് പേജിൽ വന്ന ആളുകളെ, പിന്നെ വെബ്സൈറ്റ്, ഇത്രയും ഏത് കാറ്റഗറി വെച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് റീടാർഗറ്റ് ചെയ്യുക. അതിനു വേണ്ടി നമ്മൾ ആദ്യം ഒരു ഓഡിയൻസ് ഉണ്ടാക്കണം. കുറച്ചും കൂടി അഡ്വാൻസ് ലെവൽ ആയതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല. പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടോ ആർക്കെങ്കിലും? ഇതെല്ലാ ബിസിനസ്സിനും അത്യാവശ്യമില്ല. നമ്മളൊരു പിന്നെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാണ് ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ, ഇങ്ങനെ ഒരു ലീഡ് ജനറേഷൻ എന്നുള്ള കാര്യങ്ങൾ.